അഭിവന്ദ്യ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരുടെയും അനുവാദത്തോടെ കഥാപ്രസംഗ കലാപരിപാടി ആരംഭിക്കട്ടെ. അഭിവാദനങ്ങൾ. കഥാപ്രസംഗ പ്രസ്ഥാനത്തിലൂടെ മലയാളിയുടെ മനം കവർന്ന വിശ്വസാഹിത്യത്തിലെ ഒരു അനശ്വര കഥാനായിക അനീസ്യ. വിശ്വസാഹിത്യകാരനായ കൗളിയോ ടോൾസ്റ്റോയുടെ വിശ്വൈക സുന്ദരിയായ ഒരു അനശ്വര കഥാനായിക അനീസ്യ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അവൾക്ക് ആരാധകരില്ല. ആരാധകരില്ലാതാവനി തൻ ആരോമൽ നായികയാണനീസ്യ. ആരാധകരില്ലാതാവനി തൻ ആരോമൽ നായികയാണനീസ്യ. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണനീസ്യ. അവൾക്കൊരു ഭർത്താവുണ്ട്. 77-ലെത്തിയ പടുവൃദ്ധൻ. സുഖമില്ല, കിടപ്പാണ്. വലിയ പണക്കാരനാണ്. ചികിത്സ കാര്യമായി നടക്കുന്നുണ്ട്. ഭർത്താവ് രോഗിയും വൃദ്ധനും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾക്ക് ദാഹമേ തീവ്ര ഹൃദയ ദാഹം ദാഹിച്ചു ദാഹിച്ചു വാണനീസ്യ. ദാഹമേ തീവ്ര ഹൃദയ ദാഹം ദാഹിച്ചു ദാഹിച്ചു വാണനീസ്യ. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണനീസ്യ. അനീസ്യയുടെ വീട്ടിൽ ഒരു ബാല്യക്കാരനുണ്ട്. ചെറുപ്പക്കാരനായ സുമുഖനും സുന്ദരനുമായ ഒരു വേലക്കാരൻ. അവനൊരു പ്രത്യേക പുരുഷ സൗന്ദര്യത്തിന്റെ ഉടമസ്ഥനാണ്. പേര് നിഹിത. സൗന്ദര്യമോലും മിഴികൾ നീല നീല ചുരുൾ മൂടി തങ്ക താമര പൂവിതളിൽ സുവർണ്ണ. നീല നീല ചുരുൾ മൂടി തങ്ക താമര പൂവിതളിൽ സുവർണം. സൗമ്യഭാവം സൗമ്യഭാവം യജമാനഭക്തിയും സൗമനസ്യം സമചിത്തവൃത്തി. സൗമ്യഭാവം യജമാന ഭക്തിയും സൗമനസ്യം സമചിത്തവൃത്തി. എപ്പോഴും ബൈബിളിലെ വാക്യങ്ങൾ മാത്രം, പ്രത്യേകിച്ചും 10 കൽപ്പനകൾ പേർത്തും പേർത്തും പാടിപ്പുകഴ്ത്തുന്ന ഒരു വൃദ്ധനുണ്ട് ആ നാട്ടുംപുറത്ത്. നിഹിതയുടെ അച്ഛൻ, ഈ വേലക്കാരൻ്റെ അച്ഛൻ. മൂപ്പലാൻ കൂടെ കൂടെ മകനെ കാണാൻ അനീസ്യയുടെ വീട്ടിൽ കടന്നു വരാറുണ്ട്. കളവായി സാക്ഷി പറഞ്ഞിടല്ലേ കൊലപാതകം നിങ്ങൾ ചെയ്യരുതേ. വ്യതിയാനം ധർമ്മത്തിനെ കീടല്ലേ. വ്യഭിചാരം ചെയ്യാനും കീടല്ലേ. മൂപ്പലാൻ പാടിപ്പുകഴ്ത്തുന്ന ഈ സ്വർഗരാജ്യത്തെ കുറിച്ച് അയാളുടെ കെട്ടിയോൾക്ക് വലിയ മതിപ്പില്ല. കിളവി പറയാറുണ്ട്, ചത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്വർഗം നമുക്ക് വേണ്ട, കിട്ടുന്നെങ്കിൽ സ്വർഗം രൊക്കമായി ഇവിടെ കിട്ടണം. അങ്ങനെ പറയുന്നൊരു ഭയങ്കരി തള്ള. അനീസ്യയുടെ വീട്ടിൽ പുര തെറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണുണ്ട്. ആദ്യ ഭാര്യയിൽ വൃത്തകാന്തനുണ്ടൈക്കുലീനെന്ന പെൺകൊടി. ആദ്യ ഭാര്യയിൽ വൃത്തകാന്തനുണ്ടൈക്കുലീനെന്ന പെൺകൊടി. അനീസ്യയുടെ വൃദ്ധനായ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിൽ വൃത്തകാന്തനുണ്ടൈക്കുലീനെന്ന പെൺകൊടി. കാമദേവൻ കടഞ്ഞ രൂപമാർഗത്തിൽ വളർന്നിരേ. കാമദേവൻ കടഞ്ഞ രൂപമാർഗത്തിൽ വളർന്നിരേ. അക്കുലീനെന്ന പെൺകൊടി. അക്കുലീനെന്ന പെൺകൊടി. അക്കുലീനെന്ന പെൺകൊടി. മറ്റാർക്കും കേൾക്കാൻ വേണ്ടിയല്ല,
ആരോ സ്വയം പാടി രസിക്കുന്നുണ്ട്. ശ്രദ്ധിക്കാമെങ്കിൽ നമുക്കും കേൾക്കാം ആ പാട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ. കണ്ടില്ലേ ഒരു വലിയ പൂമണിമേട. ആ പൂമണിമേടയുടെ പൂമുഖത്ത് നിന്നാണ് പാട്ട്. അവിടെ നിൽക്കുന്നു ആ അപ്സര സുന്ദരി അനീസ്യ. വലിയൊരു നിലക്കണ്ണാടിയിൽ നോക്കി സ്വന്തം പ്രതിരൂപത്തോടാണ് ചോദ്യം. നിന്നാത്മനായകൻ ഇന്നു രാവിൽ വന്നിടും വന്നാൽ നീ എന്തു ചെയ്യും? നിന്നാത്മനായകൻ ഇന്നു രാവിൽ വന്നിടും വന്നാൽ നീ എന്തു ചെയ്യും? നിലക്കണ്ണാടിയിൽ നോക്കി സ്വന്തം പ്രതിരൂപത്തോട് ചോദ്യം ചോദിക്കുന്നവൾ. കൂടെ കൂടെ കണ്ണാടിയിൽ നോക്കും, വീണ്ടും പുറത്തേക്ക് നോക്കും. ആരോ പ്രതീക്ഷിച്ചുകൊണ്ട് ഏറെ താല്പര്യത്തോടെ അത്ഭുതം വെളിയിലേക്കു നോക്കി, അത്ഭുതം വെളിയിലേക്കു നോക്കി. അങ്ങനെ കൂടെ കൂടെ വെളിയിലേക്ക് നോക്കുന്നവൾ കണ്ടില്ലേ, ഒരു ഗ്രാമീണ സുന്ദരിയെ പോലെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ഒരു തനി മലയാളി പെൺകൊടിയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. വാർമുടി രണ്ടായി വളഞ്ഞു പിന്നി, ചേലിൽ റിബൺ കെട്ടി മാറിയിട്ടു. വാർമുടി രണ്ടായി വളഞ്ഞു പിന്നി, ചേലിൽ റിബൺ കെട്ടി മാറിയിട്ടു. നിന്നാത്മനായകൻ ഇന്നു രാവിൽ വന്നിടും വന്നാൽ എന്തു ചെയ്യും? നിന്നാത്മനായകൻ ഇന്നു രാവിൽ വന്നിടും വന്നാൽ എന്തു ചെയ്യും? ഞാനോ കോണിലെങ്ങാനം ഒഴിഞ്ഞതും കാണാത്ത ഭാവത്തിൽ ഞാനിരിക്കും. കോണിലെങ്ങാനം ഒഴിഞ്ഞതും കാണാത്ത ഭാവത്തിൽ ഞാനിരിക്കും. അങ്ങനെ ഇരിക്കുന്ന നിന്റെ അരികിലേക്ക് ചാരുസ്മിതം തൂകി സാദരം ചാരത്തണഞ്ഞാൽ പിന്നെന്തു ചെയ്യും? ചാരുസ്മിതം തൂകി സാദരം ചാരത്തണഞ്ഞാൽ പിന്നെന്തു ചെയ്യും? നിന്നാത്മനായകൻ ഇന്നു രാവിൽ വന്നിടും വന്നാൽ എന്തു ചെയ്യും? ഞാനോ ആനന്ദമെന്നുള്ളിൽ തിങ്ങിയാലും ഞാനീച്ച ഭാവിച്ചൊഴിഞ്ഞു മാറും. ആനന്ദമെന്നുള്ളിൽ തിങ്ങിയാലും ഞാനീച്ച ഭാവിച്ചൊഴിഞ്ഞു മാറും. നിന്നാത്മനായകൻ ഇന്നു രാവിൽ വന്നിടും വന്നാൽ എന്തു ചെയ്യും? അവിടെ സ്വപ്നലോകത്ത് വെള്ളടി വീഴ്ത്തിക്കൊണ്ട് അകത്തുനിന്നൊരു വിളി, അനീസ്യ, അനീസ്യ. അവൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്തു വേണം അനീസ്യ? ഇപ്പൊ അങ്ങോട്ടൊന്ന് മരുന്നൊഴിച്ച് തന്നാലേ ഉള്ളൂ. ശാന്തമായി കിടക്ക്. അനീസ്യ, അനീസ്യ, അനീസ്യ. അവൾ വീണ്ടും ആ കണ്ണാടിയിൽ നോക്കി. നിന്നാത്മനായകൻ ഇന്നു രാവിൽ വന്നിടും വന്നാൽ നീ എന്തു ചെയ്യും? നിന്നാത്മനായകൻ ഇന്നു രാവിൽ വന്നിടും വന്നാൽ നീ എന്തു ചെയ്യും? കൊച്ചമ്മ പേടിച്ചു പോയല്ലോ.
എന്ത് വേണം കൊച്ചമ്മ? യജമാനൻ യജമാനൻ ബോധമില്ലാതെ നടക്കുന്നു. ഞാൻ വിചാരിച്ചു ചത്തുപോയെന്ന്. ഞാൻ വരാം, ഞാൻ വന്നേക്കാം, നീ ചെല്ല്, ഞാൻ വരാം. അവൾ വീണ്ടും ആ നിലക്കണ്ണാടിയിൽ നോക്കി. ആത്മനായകൻ ഇന്നുരാവിൽ വന്നിടും വന്നാൽ എന്തു ചെയ്യും? കൊച്ചമ്മ ഇന്നുരാവിൽ വന്നിടും വന്നാൽ എന്തു ചെയ്യും? കൊച്ചമ്മ ഉപദ്രവമായല്ലോ. എന്ത് വേണം കൊച്ചമ്മ? യജമാനൻ കണ്ണു തുറന്നു. നീ അല്ലാതെ ആരെങ്കിലും ആ മനുഷ്യൻ കണ്ണടച്ച് കിടക്കുന്നത് കണ്ടിട്ട് ബോധമില്ലേ എന്ന് പറഞ്ഞ് വിളിച്ചൂപി ഓടുവോ? ഇപ്പം സമയം എത്രയായി? നേരം പാതിരാവായില്ലേ? ഇതുവരെ നീ എവിടെ ആയിരുന്നു? ഞാൻ എന്തു വേണം കൊച്ചമ്മ? പലടവും ഞാനിന്നു സഞ്ചരിച്ചു. പുതിയൗഷധങ്ങളും തേടി തേടി പലടവും ഞാനിന്നു സഞ്ചരിച്ചു. ഓ, നീയും നിന്റെ കുറെ പുതിയ ഔഷധവും. എടാ, ഞാൻ പറയുന്നത് എന്റെ പൊന്നെ, മതിമരുന്നും മന്ത്രവാദവുമായി ചിലവഴിക്കേണ്ടൊരു തുള്ളി പോലും. മതിമരുന്നും മന്ത്രവാദവുമായി ചിലവഴിക്കേണ്ടൊരു തുള്ളി പോലും. മരുന്നും മന്ത്രവാദവും ചാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല. അവൾക്ക് നന്നേ മുഷിഞ്ഞു. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന മൂപ്പിന്ന് ഭർത്താവ്, യുവതിയും സുന്ദരിയുമായ ഭാര്യ. അവൾക്ക് മടുപ്പ് തോന്നിയില്ലെങ്കിലേ ഉള്ള അതിശയം. എടാ, ഏത് മരുന്ന് മേടിക്കാൻ പോയാലും കുറെ നേരത്തെ ഇങ്ങോട്ട് എഴുന്നള്ളണം. എന്തോ ചമ്മ? യജമാനൻ എന്നെ തിരക്കിയോ? യജമാനൻ എന്നെ വിളിച്ചോ? പിന്നെ യജമാനൻ നിന്നെ വിളിച്ചു. നിന്നെ വിളിച്ചു, യജമാനനല്ല. പിന്നെ യജമാനനല്ല ഞാൻ. ഇത്ര നേരം കാത്തൂൻ കഴിച്ചതില്ല. യജമാനനല്ല ഞാൻ. ഇത്ര നേരം നികിതയെ കാത്തൂൻ കഴിച്ചതില്ല. എടാ, നീ വരാത്തത് കൊണ്ട് ഞാൻ ഇത്ര നേരം അത്താഴം പോലും കഴിക്കാതെ നിന്നെയും കാത്ത് ഇരിക്കുകയായിരുന്നു. ഞാൻ എന്തു വേണം കൊച്ചമ്മ? പുതിയ ഔഷധങ്ങളും തേടി തേടി പലടവും ഞാനിന്നു സഞ്ചരിച്ചു. പുതിയ ഔഷധങ്ങളും തേടി തേടി പലടവും ഞാനിന്നു സഞ്ചരിച്ചു. നികിത, എനിക്ക് ഈ മരുന്ന് വേണ്ടടാ. അയ്യോ, അങ്ങനെ പറയരുതേ. ഈ മരുന്ന് കഴിച്ചാൽ അവിടേക്ക് സുഖാവും എന്നാര് പറയുന്നു? പുതിയ ഡോക്ടർ അദ്ദേഹം. ഇങ്ങ് കൊണ്ടാ. മൂപ്പെല്ലാം തിരിഞ്ഞു കിടന്ന് കിടന്ന് വിളിക്കുന്നു. നീ എന്താ നേരം കുറെ ഇരുട്ടി അല്ലയോ? ഓ, കുറച്ച് ഇരുട്ടിയേ. നീ വല്ലതും കഴിച്ചോടാ? ഇല്ല, കഴിച്ചോളാം. ചെല്ല്, എന്തെങ്കിലും മേടിച്ച് കഴിക്ക്. അവൻ മരുന്നുമായിട്ട് അകത്തേക്ക് പോയി. മൂപ്പിലാൻ വീണ്ടും തിരിഞ്ഞു കിടന്നു. ലോകമുറങ്ങി, ലോകമുറങ്ങി, നിതാന്ത നിശബ്ദത. ഒരു മുട്ടുസൂചി വീണാൽ ആ ശബ്ദം കേൾക്കാം. നിശബ്ദത. രോഗിയും തെല്ലൊന്നുറങ്ങി കുറച്ചിടാ. അകലയ പാതിര പട്ടി പോലും ചിറകുമൊതുക്കി ഉറക്കമായി. അകലയ പാതിര പട്ടി പോലും ചിറകുമൊതുക്കി
അനങ്ങാതായി. ഉലകിടമെല്ലാം ഉറക്കമായി, തരുനിര പോലും അനങ്ങാതായി. അകലയ പാതിര പക്ഷി പോലും ചിറകുമൊതുക്കി ഉറക്കമായി. വൃദ്ധനായ രോഗിയും ചാഞ്ഞു മയങ്ങി. നിദ്രയനുഗ്രഹിക്കാതെ രണ്ടാളുകൾ. ലോകമുറങ്ങുന്നു, പക്ഷേ രണ്ടുപേർ മാത്രം ഉറങ്ങുന്നില്ല. ആരാണപ്പ ആ രണ്ടുപേർ? ഒന്ന് ചന്ദ്രക്കല, കണ്ടില്ലേ, പടിഞ്ഞാറോട്ട് മെല്ലെ മെല്ലെ സഞ്ചരിക്കുന്ന ചന്ദ്രക്കല. ഏകയായി പൂകയായി, ഏകയായി പൂകയായി, സങ്കേതമെത്തുവാൻ പോകയായി. ആധന്യ കാമുകനാരുവാൻ. ഏകയായി പൂകയായി, സങ്കേതമെത്തുവാൻ പോകയായി. ആധന്യ കാമുകനാരുവാൻ. ആധന്യ കാമുകനാരുവാൻ. ആധന്യ കാമുകനാരുവാൻ. ഈ ചന്ദ്രക്കലയ്ക്ക് ഒരു കാമുകനുണ്ട്. അയാൾ താമസം അങ്ങ് പടിഞ്ഞാറാണ്. പടിഞ്ഞാറ് താമസിക്കുന്ന തൻ്റെ പ്രിയ കാമുകനെ കാണാൻ ചന്ദ്രക്കല എന്നും പടിഞ്ഞാറോട്ടു സഞ്ചരിക്കും. ആരാണ് ഈ ചന്ദ്രക്കലയുടെ കാമുകൻ? കടൽ, നീലക്കടൽ, നീലസാഗരം. തൻ്റെ പ്രിയ കാമുകി ചന്ദ്രക്കല വരുന്നതും കാത്ത് തൻ്റെ വിശാലമായ മണൽ വിരിവെത്തയിൽ തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാണ് ഈ നേരമൊക്കെ തുടിക്കും കരളുമായി. തന്നെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കയാണ് ഈ നേരമൊക്കെ തുടിക്കും കരളുമായി. ഈ നേരമൊക്കെ തുടിക്കും കരളുമായി. അതിലൊരാൾ എനിക്ക് തോന്നുന്നു ഈ ചന്ദ്രക്കലയുടെ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, നിലാവ് പോലത്തെ വസ്ത്രങ്ങളൊക്കെ വാരി അണിഞ്ഞ് പയ്യനെ പാദം വെച്ചു മണിവാതിലെത്തി. പയ്യനെ പാദം വെച്ചു സയ്യാഗ്രഹത്തിൽ മണിവാതിലെത്തി. സയ്യാഗ്രഹത്തിൽ മണിവാതിലെത്തി. അവൾ അരിമയായി പദം വെച്ച് മെല്ലെ എഴുന്നേറ്റു. ഒച്ച ഉണ്ടാക്കാതെ ചെന്നു ആ മണിവാതിലിന്റെ സാക്ഷമേൽ കൈവച്ചതും അവൾ ഞെട്ടി പിറകോട്ട് മാറി. അടുക്കളയിൽ പാത്രം വീണുടഞ്ഞ ശബ്ദം ദുശകുനമാണ്, അപശകുനമാണ്. അവൾ സർവശക്തിയും സംഭരിച്ച് ആ മണിവാതിൽ മെല്ലെ തുറന്നു. ഹായ്, എന്തൊരു പൂനിലാവ്! മെല്ലെ തുറന്നിറങ്ങി പുതിയ പാലകയിൽ മുല്ലപ്പൂമണം കുളിക്കാട്ടിലെത്തി. മെല്ലെ തുറന്നിറങ്ങി പുതിയ പാലനയിൽ മുല്ലപ്പൂമണം കുളിർക്കാറ്റിലെത്തി. മുല്ലപ്പൂമണം കുളിർക്കാറ്റിലെത്തി. അവളൊരു നിഴലുപോലെ നടന്ന് ആ ഉദ്യാനത്തിന്റെ ഒരു കോണിൽ ഒരു കൽപ്പടവിൽ അവൾ ചെന്നിരുന്നു. നോക്കണം, ഒരു പൂജാ വിഗ്രഹം പോലെ ആ അപ്സര കന്യക അനീശ്യ ഇതായിരിക്കുന്നു. ആ പൂജാ വിഗ്രഹത്തിൽ ഇതാ നിശാപുഷ്പങ്ങൾ പുഷ്പവൃഷ്ടി നടത്തുന്നു. നറുപിച്ചിപ്പൂമണം വാർന്നൊഴുകി, നറുമൂടി മലകൾ പൂക്കൾ പാകി. നറുപിച്ചിപ്പൂമണം വാർന്നൊഴുകി, കുറുമുടി മുല്ലകൾ പൂക്കൾ പാകി. അങ്ങനെ ഇരിക്കുന്ന ആ അനീശ്യയുടെ അരികിലേക്ക് കണ്ടില്ലേ, ആകാശത്ത് നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ കണ്ടോ? ആ ചന്ദ്രക്കലയുടെ ഒരറ്റത്ത് ഒരു കറുത്ത മറുക് കാണുന്നില്ലേ? അതുപോലെ ആ ഉദ്യാനത്തിന്റെ ഒരറ്റത്ത് ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ കറുത്ത നിഴൽ അവളെ സമീപിക്കുന്നു. ആ കറുത്ത നിഴൽ അവളുടെ അരികിലെത്തുമ്പോ അവൾ വിളിക്കുന്നു, നികിതാ, കൊച്ചമ്മ വരൂ, ഇരിക്കൂ. വേണ്ട കൊച്ചമ്മ, ഞാനിവിടെ നിന്നോളാം, വരാനല്ലേ പറഞ്ഞത്. അവൾ അവൻ്റെ കരം ഗ്രഹിച്ചു, അടുത്തിരുത്തി. അല്ല, ഇതെന്ത് പരിഭവമാണ്!
നീ എവിടെ തിരിഞ്ഞു നോക്കുന്നത്? എടാ, ഞാൻ വിളിച്ചിട്ടല്ലേ നീ വന്നത്? സമാധാനമായിട്ടിരിക്കെ. നികിത, ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഒരു വിലയേറിയ സമ്മാനം നിന്നെ ഏൽപ്പിക്കാനാണ്. എന്താ കൊച്ചമ്മ? ഒരു വിലയേറിയ സമ്മാനം നിനക്ക് തരാനാണ്. എന്താ കൊച്ചമ്മ? എഴുന്നിതാ ഞാനെൻ ഹൃദയം തരുന്നു നികിത എൻ ഹൃദയം. തരുമോ പകരം നിൻ ഹൃദയം? തരുമോ നികിത നിൻ ഹൃദയം? തരുന്നിതാ ഞാനെൻ ഹൃദയം തരുന്നു നികിത എൻ ഹൃദയം. തരുമോ പകരം നിൻ ഹൃദയം? തരുമോ നികിത നിൻ ഹൃദയം? കൊച്ചമ്മ, വിലയേറിയൊരു സമ്മാനം വാങ്ങാൻ ഞാനാണല്ലോ. വേലക്കാരനു നൽകിയ നിധിയിതു വേണമെന്നോതാൻ നേരാ. വിലയേറിയൊരു സമ്മാനം വാങ്ങാൻ ഞാനാണല്ലോ. വേലക്കാരനു നൽകിയ നിധിയിതു വേണമെന്നോതാൻ നേരല്ലോ. നികിത, നിനക്ക് ഞാൻ എൻ്റെ ഹൃദയം മാത്രമല്ല തരുന്നത്, പിന്നെ മനസ്സിനുള്ളിലെ മധുവല്ലോ മനസ്സറിഞ്ഞു തരുന്നു ഞാൻ. മനസ്സറിഞ്ഞു തുടിക്കൂ നീ, മനം കണ്ടു മതിക്കൂ നീ. മനസ്സിനുള്ളിലെ മധുവല്ലോ മനസ്സറിഞ്ഞു തരുന്നു ഞാൻ. മനം തെളിഞ്ഞു തുടിക്കൂ നീ, മനം കുളിർത്ത് മതിക്കൂ നീ. കൊച്ചമ്മ, അവിടെ നിന്ന് പറയുന്നത് അവിവേകമാണ്. ഞാൻ ഇവിടുത്തെ വേലക്കാരനാണ്. എനിക്ക് വരുന്നതിന് ചില പരിധികളും പരിമിതികളുമുണ്ട്. തന്നെയുമല്ല, എനിക്ക് യജമാനനോട് ചില കടപ്പാടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവിവേകമാണ് കൊച്ചമ്മ പറയുന്നത്. ഒരു ആരാധകനായി കഴിഞ്ഞോളാം. എന്താ? ആശകൾ തൻ പൂവലിയാലെ ആരാധിക്കാവോളം നിലയോട്ടാലതില പുറമൊന്നും നികിതയ്ക്കോക്കാൻ മേല. നിലയോട്ടാലതില പുറമൊന്നും നികിതയ്ക്കോക്കാൻ മേല. മേല 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 മേല. എടാ, നമ്മൾ രണ്ടും ഒരു പ്രായമാണ്. നിന്റെ ഈ കൊച്ചമ്മ കൊച്ചമ്മ എന്നുള്ള വിളിയുണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. പിന്നെ ഞാൻ എന്തു വേണം കൊച്ചമ്മ? അവൾ അവൻ്റെ കരം ഗ്രഹിച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ഒരു യാചനാഭാവത്തിൽ അവൾ അഭ്യർത്ഥിക്കുന്നു. പേരിട്ടെന്നെ വിളിക്കൂ നീ, നേരിട്ടൊരു വിളി മതിയല്ലോ. എത്ര കൊതിപ്പു ആ വിളി കേൾക്കാൻ എൻ പ്രിയ നികിത വിളിക്കൂ നീ. എത്ര കൊതിപ്പു ആ വിളി കേൾക്കാൻ എൻ പ്രിയ നികിത വിളിക്കൂ നീ. വിളിക്കൂ നീ, വിളിക്കൂ നീ. അവൻ അവൻ്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കാൻ തീരുമാനിച്ചു. അവൻ അവൻ്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കുന്നു. കൊച്ചമ്മ. കൊച്ചമ്മ അല്ലടാ, വല്യമ്മ. നാണമില്ലല്ലോ, എൻ്റെ പേര് വിളിക്കൂ. അനീസ്യ വിളിക്കൂ. കൊച്ചമ്മ. വിളിച്ച് വിളിച്ച് നാവ് വഴങ്ങണ്ടേ? വിളിച്ച് വിളിച്ച് ശീലമായി പോയി. അവൾ അവൻ്റെ കൈതട്ടി. അവൾ തിരിഞ്ഞിരുന്നു. അവൻ എഴുന്നേറ്റു. അവൻ ആ ഉദ്യാനത്തിൽ കറങ്ങി നടക്കുന്നു. അവൻ്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കാൻ, അത് കേൾക്കാൻ ആ പൂന്തോട്ടത്തിലെ ചെടികളും വിണ്ണും മണ്ണും, എന്തിന് ഈ പ്രപഞ്ചമസകലം അവൻ്റെ കൊച്ചമ്മയെ പേരിട്ട് വിളിക്കുന്നത് കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന പോലെ അവൻ സർവശക്തിയും സംഭരിച്ചു. ദാ അവൻ്റെ കൊച്ചമ്മയെ അവൻ പേരിട്ട് വിളിക്കുന്നു. അനീസ്യ. അവളും വിളിക്കുന്നു. നിഹിത. അവൻ പിന്നെയും വിളിച്ചു. അനീസ്യ. അവള് വീണ്ടും വിളിച്ചു. നിഹിത. രണ്ടും അപ്പൊ തന്നെ മരിക്കുന്ന ലക്ഷണമാണ്. പണ്ടാരോ പറഞ്ഞ പോലെ രണ്ടുപേരും പരസ്പരം പേര് വിളിച്ചപ്പോൾ
അവർക്ക് വല്ലാത്തൊരു ആത്മനിർവൃതി. അകത്തുനിന്നൊരു വിളിയേട്ടു, അനീസ്യ. മൂപ്പിലാൻ ഉണർന്നു. നിഹിത പിടഞ്ഞെഴുന്നേറ്റു. അനീസ്യ പിടഞ്ഞില്ല, അവൾ എഴുന്നേറ്റതുമില്ല. നിഹിത പിടഞ്ഞെഴുന്നേൽക്കുമ്പോൾ അവന് പോകാനാവുന്നില്ല. തൻകളം ചുറ്റിക്കിടന്നോരനീസ്യതൻ, പൊൻകര വല്ലി കനിഞ്ഞു ഗ്രഹിച്ചവൻ, ആരോഗശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ, ആരോ മലാളെ ഉപേക്ഷിപ്പതെങ്ങിനെ, ആരോഗശയ്യ വിളിക്കുന്നു മേൽക്കുമേൽ, ആരോ മലാളെ ഉപേക്ഷിപ്പതെങ്ങിനെ. അവൻ അകത്തേക്ക് പോയി, അവളും പിന്നാലെ പോയി. നേരം പുലരുന്നു. ആ വൃദ്ധന്റെ പാട്ട് കേൾക്കാം. കളവായി സാക്ഷി പറഞ്ഞിടല്ലേ, കൊലപാതകം നിങ്ങൾ ചെയ്യരുതേ, വ്യതിയാനം കർമ്മത്തിനെ കീഴല്ലേ, വ്യഭിചാരം ചെയ്യാനോ മൂപ്പിലാൻ വരുന്നത് ആദ്യം കണ്ടത് അനീസ്യയാണ്. അവൾ ഓടിച്ചെന്നു. വരൂ അമ്മാവ, ഇരിക്കൂ അമ്മാവ. ഓ, വേലക്കാരന്റെ അച്ഛനോട് എന്തൊരു സ്നേഹം. വരൂ അമ്മാവ, ഇരിക്കൂ അമ്മാവ. അമ്മാവൻ വന്നു, അമ്മാവൻ ഇരുന്നു. അവൾ ചോദിക്കുന്നു, മകനെ കാണാനാണോ, മകനെ കാണാനാണോ? മൂപ്പിലാൻ പറഞ്ഞു, മകനെയും കാണാം, മകനെയും കാണാം. അതല്ലല്ലോ മുഖ്യം. യജമാനനെ കാണാൻ എത്ര ഞാൻ കൊതിക്കുന്നു, യജമാനനെ കാണാൻ എത്ര ഞാൻ കൊതിക്കുന്നു. കുഞ്ഞെ, യജമാനന് സുഖാണോ? പിന്നെ സുഖം, അതങ്ങനെ കിടക്കും. ചാവത്തുമില്ല, കട്ടിലൊഴിയത്തുമില്ല. സുഖമില്ല അല്ലയോ? എൻ്റെ ദൈവമേ, ഈ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താതെ അങ്ങോട്ടങ്ങ് വിളിച്ചോണേ. കുഞ്ഞേ, എൻ്റെ മോനെന്തേ? നികിത പുറത്തെങ്ങോ പോയിരിക്കുകയാവാം, നികിതയ്ക്കേകാൻ നിങ്ങൾ എന്തുണ്ടു വിശേഷങ്ങൾ, നികിത പുറത്തെങ്ങോ പോയിരിക്കുകയാവാം, നികിതയ്ക്കേകാൻ നിങ്ങൾ എന്തുണ്ടു വിശേഷങ്ങൾ. എന്ത് വിശേഷം കുഞ്ഞെ? എന്നാ വിശേഷം ഇല്ലാതില്ല. കുഞ്ഞെ, ഞാനൊന്ന് ചോദിക്കട്ടെ, അവനിങ്ങനെ നിന്നാൽ മതിയോ, അവനിങ്ങനെ നിന്നാൽ മതിയോ കുഞ്ഞെ? കുഞ്ഞെ, അവൻ ഒന്നും രണ്ടുമായിട്ട് 10-28 വയസ്സായി. അവൻ എവിടെങ്കിലും കൊണ്ടിട്ടൊന്ന് കുരുക്കണമെന്നാ എൻ്റെ ആഗ്രഹം. കണ്ടോ, പണ്ടത്തെ കാലത്ത് മൂപ്പിലാന്മാരുടെ ആഗ്രഹമാണ് എവിടെങ്കിലും മക്കൾ പ്രായമായാൽ എവിടെങ്കിലും കൊണ്ടിട്ടൊന്ന് കുരുക്കണം. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ മക്കൾ പോയങ്ങ് കുരുങ്ങിക്കോളും. കുരുങ്ങി 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 അവസാനം വല്ല തോട്ടിലോ കുളത്തിലോ ആ റെയിൽവേ ട്രാക്കിലോ പൊട്ടക്കിണറ്റിലോ കിടക്കുന്ന കാണാം. അതാണ് ഇന്നത്തെ കാലം. പണ്ടത്തെ മൂപ്പിലാന്മാരുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. എവിടെങ്കിലും കൊണ്ടിട്ടൊന്ന് കുരുക്കണം. കുഞ്ഞെ, അനീസെ കുഞ്ഞെ, ഇങ്ങോട്ട് നോക്കിയേ. കണ്ടുവച്ചിട്ടുണ്ടൊരു കൊച്ചു കൺമണിയാളെ. ആ, എന്റെ മോന് വേണ്ടി ഞാനൊരു പെങ്കൊച്ചിനെ കണ്ടേച്ചു വരിക. അവൻ ഇഷ്ടപ്പെടും. എന്താ കാര്യം? അവൻ സ്നേഹിച്ച പെണ്ണാണല്ലോ. നാട്ടുകാരൊക്കെ പറയുന്നതേ അവനും അവളുമായിട്ട് ഇച്ചിരി അടുപ്പത്തിലെന്നാ. എന്നാ പിന്നെ ഞാൻ കരുതി അത് തന്നെ അങ്ങ് നടക്കട്ടെ. കുടിലിൽ പിറന്നവൾ, ഒരു ചേറ്റ കുടിലിൽ ജനിച്ചവളാ. എങ്കിലും ആ കുടിലിൻ മണിവിളക്കല്ലയോ നിരൂപിച്ചാൽ അവളൊരു മണിച്ചിയാണ്. അവളെ തന്നെ എൻ്റെ മോൻ കല്യാണം കഴിക്കണം. എന്തുകൊണ്ട്? അവനും കുടിലിൽ ജനിച്ചവനാണല്ലോ. എന്താ കുഞ്ഞെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്?
പാവങ്ങൾ അനുഗ്രഹീതരാകുന്നു, എന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. അങ്ങനെയാണെങ്കിൽ അതൊന്നും നടക്കട്ടെ. കണ്ടോ, മൂപ്പരാൻ വെറുതെ വേദവാക്യം ചൊല്ലി നടക്കുകയല്ല, ഒരവസരം വന്നപ്പോൾ അതങ്ങ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അനീസയ്ക്ക് പിടിക്കുമോ? അവൾ എഴുന്നേറ്റു. തൻ്റെ കാമുകന് വേണ്ടി അച്ഛൻ പെണ്ണിനെ കണ്ടേച്ച് വന്നിരിക്കുന്നു. അവൾ ചെന്നു ആ കതക് വലിച്ചടച്ചു. അനീസ കുഞ്ഞെ, യജമാനനെ ഒന്ന് കാണാൻ ഇപ്പൊ സാധ്യമല്ല. അല്ല കുഞ്ഞെ, ഒന്ന് കണ്ടാ മതി. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ, ഇറങ്ങി പറഞ്ഞു. അപമാനിതനായ വൃദ്ധൻ വടിയും പിടിച്ചു പടിയിറങ്ങുമ്പോഴും ബൈബിളിലെ വാക്യങ്ങൾ പാടിക്കൊണ്ടു പോകും. ധനികനൊരിക്കലും സാധ്യമാവില്ല അണയുവാൻ സ്വർഗ്ഗത്തിൽ ഓർത്തുകൊള്ളുവിൻ. അവദരിദ്രന്മാരനുഗ്രഹീത അവരുടേതാണീശ്വരന്റെ രാജ്യം. ആ മൂപ്പിലാൻ ദൂരെ പോയി മറഞ്ഞു. നേരമിരുട്ടി. നികിത തിരിച്ചെത്തി. മൂപ്പിലാൻ വിളിക്കുന്നു, നികിത. എന്താ? എനിക്ക് ഒരു സുഖമില്ലല്ലോടാ. അങ്ങനെ പറയരുതേ, സുഖാവേ, ഇനി അധികം താമസമില്ല. അവൾ എന്തിയടാ? അകത്ത് കാണും, ഒന്ന് വിളിച്ചേടാ. കൊച്ചമ്മ, കൊച്ചമ്മ, ചെന്ന് തിരക്കടാ, ചത്തും മുടിഞ്ഞോന്ന്. അവനകത്തേക്ക് പോയി. അടുക്കളക്കാരി പെണ്ണ് ഒരു കള്ള ചിരിയുമായിട്ട് നിൽക്കുന്നു. കൊച്ചമ്മയെ തിരക്കുകയാണോ? കൊച്ചമ്മയെ തിരക്കുകയാണോ? അകത്ത് കിടന്ന് കരയുന്നു, അങ്ങോട്ട് ചെല്ല്. അകത്ത് കിടന്ന് കരയുന്നു, അങ്ങോട്ട് ചെല്ല്. ആ പെണ്ണ് പറഞ്ഞത് ശരിയാണ്. നികിത അകത്ത് ചെല്ലുമ്പോൾ അനീഷ മുഖമടച്ച് കരയുന്നു. അവൻ ചുറ്റും നോക്കി. കൊച്ചമ്മ, യജമാനൻ വിളിക്കുന്നു. കൊച്ചമ്മ, യജമാനൻ വിളിക്കുന്നു. അവൻ ചുറ്റും നോക്കി. ഇല്ല, ആരുമില്ല. അനീഷ അവൾ പിടഞ്ഞെഴുന്നേറ്റു. വിളിക്കരുത്, എന്നെ അങ്ങനെ വിളിക്കരുത്. അല്ല, വിളിച്ച് ശീലമായപ്പോൾ വിളിക്കരുതെന്നാണെങ്കിൽ വിളിക്കുന്നില്ല. അല്ല, അതിന് തക്കം വേണം. ഇവിടെ എന്തുണ്ടായി? യജമാനൻ വഴക്ക് പറഞ്ഞോ? നികിത, നിനക്ക് പോവാം. നിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. അല്ല, അതിന് തക്കം വേണം. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? തെറ്റ് 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 നിശ്ചയിച്ചല്ലോ അച്ഛൻ നിനക്കൊരു നിസ്തുലറാണിയെ സമ്മാനിപ്പാൻ. നിശ്ചയിച്ചല്ലോ അച്ഛൻ നിനക്കൊരു നിസ്തുലറാണിയെ സമ്മാനിപ്പാൻ. മറ്റാരുമല്ലവൾ നിൻ ഹൃത്തിൽ വാഴുന്ന കുഴലാം പ്രേമറാണി. താപകതാപം ഹരിപദേ ഓമരാൻ താമസിക്കേണം തന്നെ ചെല്ലു ഭവാൻ. താപകതാപം ഹരിപദേ ഓമരാൻ താമസിക്കേണം തന്നെ ചെല്ലു ഭവാൻ. നിശ്ചയിച്ചല്ലോ അച്ഛൻ നിനക്കൊരു നിസ്തുലറാണിയെ സമ്മാനിപ്പാൻ. അത് ശരി, അച്ഛൻ ഇവിടെ വന്നിരുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞു ശരിയാണ്. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു പോയി. എത്ര തന്നെ വിചാരിച്ചിട്ടും എൻ്റെ ഹൃദയത്തിൽ നിന്നും അത് മാച്ചു കളയാൻ എനിക്കാവുന്നില്ല. മായാതൻ ഹൃത്തിൽ വിലസുമൊരു ചിത്രം മായാവിലാസിനി നിയനിശ. മായാതൻ ഹൃത്തിൽ വിലസുമൊരു ചിത്രം മായാവിലാസിനി
അനീശ ഏകിയിട്ടില്ല ഹൃദയം മറ്റാർക്കുമേ സ്വാമിനി നീയതു സ്വന്തമാക്കി നീ കനിഞ്ഞേകുമോ സമ്മതം നീ കണ്ണി കനിഞ്ഞേകുമോ സമ്മതം നീ കണ്ണീർ ജീവിതം അവൾക്ക് സന്തോഷമായി. അവൾ പൊട്ടിച്ചിരിച്ചു, അവനും ചിരിച്ചു. അവർ ദമ്പതിമാരല്ലെങ്കിൽ പോലും ആ ദാമ്പത്തിക സുഖം അനുഭവിച്ച് ജീവിക്കാൻ. ഒരു നിമിഷം അവനെ കാണാതായാൽ അവൾക്ക് വല്ലാത്ത പരിഭ്രമമാണ്. അവൻ പുറത്തുപോയി വരാൻ അല്പം വൈകിയാൽ അവൾക്ക് വല്ലാത്ത സങ്കടമാണ്. അവളുടെ കണ്ണുകൾ ആരോ അമർത്തിപ്പിടിച്ചിരിക്കുന്നു. അവൾ ആ കരതലങ്ങൾ തലോടി നോക്കി. ഇല്ല, നികിതയല്ല, അല്ല, അവനല്ല, അവനല്ല, അവന്റെ തള്ള, ആ ഭയങ്കരി തള്ള. അല്ല, ഇതെന്ത് കരച്ചില? നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ കരയാൻ തുടങ്ങിയ ഞങ്ങൾ പാവങ്ങൾ പിന്നെ എന്തു ചെയ്യും? ഓ, ഭർത്താവിന് സുഖമില്ല, അതുകൊണ്ടായിരിക്കും. എൻ്റെ ദൈവമേ, ഈ മനുഷ്യനെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്ത അങ്ങോട്ടങ്ങ് വിളിച്ചോണേ. ഇതാ കരച്ചിലല്ലോ. കുഞ്ഞെ, നേര് പറ, മൂപ്പലാൻ ഇവിടെ വന്നിരുന്നോ? വന്നു കാണും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? കുഞ്ഞെ, മൂപ്പലാനെ കിറുക്ക, പാട്ടും പാടി നടക്കുക. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പെണ്ണിനെ എൻ്റെ മോൻ നിഹിത കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞ മൂപ്പിലെ അടങ്ങി ഒതുങ്ങി ഇവിടെ കടന്നോളണം. അപ്പൊ പറയാ, എടി പാവങ്ങൾ അനുഗ്രഹീതരാകുന്നു, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ഞാൻ പറഞ്ഞു, ഇയാൾ തന്നെ കഴുത്തി കെട്ടി തൂക്കിക്കോ. അനീഷ കുഞ്ഞെ, ഇങ്ങോട്ട് നോക്കിയേ, എൻ്റെ കൊക്കിൽ അനപ്പുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തത്തില്ല. അനീഷ കുഞ്ഞെ, എത്ര കാലമായിട്ട് ചികിത്സിക്കുന്നു, ഒരു പുരോഗതിയും ഇല്ലല്ലോ, രക്ഷപ്പെടുന്ന ഒരു ലക്ഷണവും ഇല്ലല്ലോ. ഞാനൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു വെളുത്ത പൊടിയാ. ഒരു നുള്ള്, കൂടുതലെടുക്കല്ലേ, ഒരു നുള്ള് എടുത്ത് ചായയിലോ കാപ്പിയിലോ കരിഞ്ഞാലി വെള്ളത്തിലോ ജ്യൂസിലോട്ട് കലക്കി 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 കൊടുത്തേര്, പിന്നെ രോഗമില്ല. മോഹങ്ങളെല്ലാം പുതുടുമല്ലോ മോളെ ഞാനൊന്നത് കേൾക്കൂലേ, മോഹങ്ങളെല്ലാം പുതുടുമല്ലോ മോളെ ഞാൻ ചൊന്നത് കേൾക്കൂലേ. സുന്ദരി പെണ്ണെ സുന്ദരി പെണ്ണെ വെന്തുരുകിടുന്നതെന്തേ നീ, സുന്ദരി പെണ്ണെ സുന്ദരി പെണ്ണെ വെന്തുരുകിടുന്നതെന്തേ നീ. മോഹങ്ങളെല്ലാം പുതുടുമല്ലോ മോളെ ഞാൻ ചൊന്നത് കേൾക്കൂലേ. ആ മരുന്ന് പതി അനിയസയെ ഏൽപ്പിച്ചു. കിളവി പോയി. ആ മരുന്ന് പൊതിയും കയ്യിൽ പിടിച്ച് ഇത് കർത്തവ്യമൂടനിരതായി നിൽക്കുന്നു അനീസ്യ. അവരുടെ മനസ്സും മനസ്സാക്ഷിയും തമ്മിൽ മത്സരിക്കുന്നു. മനസ്സ് പറയുന്നു ശരി, ചെയ്യ് ചെയ്യ്. മനസ്സാക്ഷി പറയുന്നു അരുത്, ചെയ്യരുത്, തെറ്റ് തെറ്റ് തെറ്റ്. അവൾ പുറത്തിറങ്ങി. ആരുമില്ല. പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യൻ ചെന്ന് അസ്തമിക്കുന്ന സമയം. അന്നും പടിഞ്ഞാറെ ചക്രവാളത്തിന്റെ തിണ്ണയിൽ സന്ധ്യ മയങ്ങി വീണു. അന്നും പടിഞ്ഞാറെ ചക്രവാളത്തിന്റെ തിണ്ണയിൽ സന്ധ്യ മയങ്ങി വീണു. അന്നും നിശീഥിനി നീലപ്പുതപ്പിനാൽ, അന്നും നിശീഥിനി നീലപ്പുതപ്പിനാൽ സന്ധ്യയാം പെണ്ണിന്റെ മേനി മൂടി, സന്ധ്യയാം പെണ്ണിന്റെ മേനി മൂടി. അന്നും പടിഞ്ഞാറെ ചക്രവാളത്തിന്റെ സൂര്യൻ അസ്തമിച്ചു.
ഇരുൾ വീണു ലോകത്തിൽ. ഇരുളിന്റെ യവനിക കെട്ടഴിഞ്ഞു വീണു. ആകാശത്തന്തിതൻ ഹരിമുല്ലക്കാടുകൾ പൂവണിഞ്ഞു. ഹരിമുല്ലക്കാടുകൾ പൂവണിഞ്ഞു. നേരം പുലരുന്നു. ഒരു വിലാപയാത്ര ഇഴഞ്ഞു നീങ്ങുന്നു. ഉറ്റവരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങിയ ഒരു വിലാപയാത്ര. ആ വിലാപയാത്രയ്ക്കൊടുവിലിതാ ഒരു ശവമഞ്ചത്തിൽ ഒരു മൃതശരീരം അങ്ങനെ കിടക്കുന്നു. ആ രംഗം അധിക നേരം നോക്കി നിൽക്കാൻ ആവില്ലല്ലോ. കാഴ്ച പോയടഞ്ഞ കണ്ണുകളോടും പാരം താഴ്ചയാർന്നെഴുന്ന താടിയല്ലുകളോടും മെലിഞ്ഞു നെഞ്ചു താണു വയർ കുഴിഞ്ഞ് തോൽ വലിഞ്ഞ് വാരിയല്ലുകൾ നികഴ്ന്നു വിരൂപമായി ഗോഷ്ഠിയിൽ കുറികളും പൂക്കളും ചാർത്തി ഒരു വേഷ്ടി കൊണ്ടു മൂടി വെളിക്കോട്ടു കാലുകൾ നീട്ടി പ്രേതമങ്ങനെ കിടക്കുന്നിരേ. ആ മൃതശരീരം നൂറുകണക്കിന് മരക്കുരിശുകൾ ഉയർന്നു നിൽക്കുന്ന ആ പള്ളിപ്പറമ്പിൽ മറവു ചെയ്യപ്പെട്ടു. ആ പള്ളിപ്പറമ്പിൽ ഒരു മരക്കുരിശു കൂടി ഉയർന്നു. അനീശയ്ക്ക് ഇഷ്ടമില്ലാത്ത അവളുടെ ഭർത്താവ് എന്നേക്കുമായി അവൾ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. അവിടെ തൊല്ല ഒഴിഞ്ഞിരിക്കുന്നു. സ്വത്ത് മുഴുവൻ അവൾക്ക് കിട്ടി. ഒരുപക്ഷെ ആ സ്വത്തിൽ കണ്ടുവച്ചുകൊണ്ടായിരിക്കണം അനീശ ഈ രോഗിയെ വൃദ്ധനുമായിട്ടുള്ള ആളെ വിവാഹം കഴിച്ചത്. അവൾക്ക് കിട്ടിയ സ്വത്ത് അവൾ സ്വന്തമായി സൂക്ഷിച്ചില്ല. അതവൾ നികിതയ്ക്ക് സംഭാവന ചെയ്തു. എന്നിട്ട് അവനെ ഭർത്താവായി സ്വീകരിച്ചു. സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരനായ ഭർത്താവ്, യുവതിയും സുന്ദരിയുമായ ഭാര്യ, ആവശ്യമുള്ള സ്വത്ത്. ഇനി അങ്ങ് ജീവിച്ചാൽ പോരാ. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരു ജീവിതം പൂർണ്ണമാകുന്നില്ല. ഒരുപക്ഷെ ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവുക തന്നെ ചെയ്യും എന്ന് ഞാൻ കരുതുകയാണ്. അവരുടെ ദാമ്പത്തിക ജീവിതം, ആർഭാടപരമായ അവരുടെ ദാമ്പത്യ ജീവിതം പുരോഗമിക്കുന്നു. നൃത്തങ്ങൾ ആടിയും പാടിയും കാലം കഴിക്കുമാ നൃത്തങ്ങൾ ആടിയും പാടിയും കാലം കഴിക്കുമാ ഭാമിനിയേ. മെല്ലെ തഴുകി തഴുകി സുഖിപ്പിക്കും നല്ല കാലത്തിൻ കരാങ്കുലികൾ. മെല്ലെ തഴുകി തഴുകി സുഖിപ്പിക്കും നല്ല കാലത്തിൻ കരാങ്കുലികൾ. മാതക നൃത്തങ്ങൾ ആടിയും പാടിയും കാലം കഴിക്കുമാ കാമിനിയേ. ഒരു ദിവസം മണവറയിലായിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നു, ഞാനൊരു രഹസ്യം പറയട്ടെ, ഏറെക്കാലമായി മനസ്സിൽ സൂക്ഷിക്കുന്നു, ഇനി അത് കൊണ്ടു നടക്കാൻ മേല. അങ്ങയുടെ ഞാൻ അത് പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടരുത്, എന്നെ കുറ്റം പറയുകയും ചെയ്യരുത്. അങ്ങയുടെ യജമാനൻ മരിച്ചത് സ്വാഭാവിക മരണം എന്നല്ലേ കരുതിയിരിക്കുന്നത്? അതെ, അങ്ങനല്ല. പിന്നെ ഒരു ദിവസം അങ്ങയുടെ അമ്മ എൻ്റെ അടുത്ത് വന്നു. അനീസെ കുഞ്ഞെ, എത്ര കാലമായിട്ട് ശുശ്രൂഷിക്കുന്നു, ധാരാളം ഡോക്ടർമാർ ചികിത്സിച്ചല്ലോ, ധാരാളം പണവും പോയല്ലോ, ഒരു പുരോഗതിയുമില്ലല്ലോ കുഞ്ഞെ. ഞാനൊരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊടുത്ത് അങ്ങ് രക്ഷിച്ച് കളയാം. ആദ്യം എനിക്ക് മനസ്സ് വന്നില്ല. പിന്നെ അങ്ങയ്ക്ക് വേണ്ടിയാണല്ലോ, അങ്ങൻ്റെ ഭർത്താവായി തീരാൻ പോകുകയാണല്ലോ, അതോർത്തപ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ മരുന്ന് കൊടുത്തു. എന്താ, രോഗിക്ക് മരുന്ന് കൊടുക്കണ്ടേ? അങ്ങയ്ക്ക് മനസ്സിലായില്ല.
ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അമ്മ എന്നെ ഏൽപ്പിച്ചത് ഔഷധമായിരുന്നില്ല, അത് വിഷമായിരുന്നു, വിഷം. നീ നിന്റെ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു, ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു. ഞാൻ പറഞ്ഞില്ലേ ബഹളം വയ്ക്കരുതെന്ന്, ഞാൻ പറഞ്ഞില്ലേ ബഹളം വയ്ക്കരുതെന്ന്. അവൾ ആ വായ പൊത്തിപ്പിടിച്ചു, അവരൊരു തട്ടുകൊടുത്തു. വൃദ്ധനായ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു. ചെറുപ്പക്കാരനായ ഭർത്താവിനെ കിട്ടാൻ, എടീ നീ ഒരു സ്ത്രീയല്ല, നീ ഒരു കാപാലികയാണ്. അവൻ പിടഞ്ഞെഴുന്നേറ്റു, ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവൻ പുറത്തേക്ക് പോകുന്നു. അവൾ പിന്നാലെ, ഒരു കരിയില പോലെ അവൻ്റെ പിന്നാലെ. അവൾ ആ ഗേറ്റിൽ വീണുപോയി. ആ പോയവൻ ഇരുളിൽ മറഞ്ഞു. വേലക്കാരിൽ നിന്ന് താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്നു. അവളുടെ മുഖത്ത് വെള്ളം തളിക്കുന്നു, അവളെ ശുശ്രൂഷിക്കുന്നു, വീശിക്കൊടുക്കുന്നു. അവൾക്ക് ബോധം തെളിയുന്നില്ല. ബോധം തെളിയാതിരുന്നെങ്കിൽ എല്ലാം കൊടുത്ത് നേടിയൊരു ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയില്ലേ? അവൻ തിരികെ വന്നില്ലെങ്കിൽ ഇവൾ അനാഥയല്ലേ? ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ആ ഇരുളിൽ മറഞ്ഞവൻ ചെന്ന് കയറിയത് ഒരു മദ്യശാലയിലാണ്. ആ മദ്യശാലയിൽ ആവിലചിത്തനായി വീണു കിടന്നു നികീതാ, വീണു കിടന്നു നികീതാ. ആ മദ്യശാലയിൽ ആവിലചിത്തനായി വീണു കിടന്നു നികീതാ, വീണു കിടന്നു നികീതാ. അവൻ ആദ്യമായിട്ട് മദ്യശാലയിൽ ചെല്ലുകയാണ്. എല്ലാ ദുഃഖങ്ങളും മറക്കാൻ മദ്യത്തിന് കഴിവുണ്ടെന്ന് ആരോ പറഞ്ഞവൻ കേട്ടിട്ടുണ്ട്. ആ മേശപ്പുറത്ത് മുഖമടത്തി അമർത്തി കിടക്കുന്നവൻ, അവനെ അവളുമൊത്തൊരു ജീവിതം, ആ മാളികമേടയിലെ ജീവിതം ഇനി സാധ്യമല്ല. ചെറുപ്പക്കാരനായ ഭർത്താവിനെ കിട്ടാൻ വൃദ്ധനായ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു. അവളൊരു സ്ത്രീയല്ല, ഒരു കാപാലികയാണ്. അവളുമൊത്തുള്ള ജീവിതം ഇനി സാധ്യമല്ല. മുഖമർത്തി കിടക്കുന്നു. അവനെ ആരോ തൊട്ടു നിൽക്കുന്നത് പോലെ അവന് തോന്നി. അവൻ മുഖമുയർത്തി നോക്കി. ദാ നിൽക്കുന്നു. സ്വർഗ്ഗത്തുന്നൊരു പെണ്ണ് വന്നു, സ്വർഗ്ഗത്തുന്നൊരു പെണ്ണ് വന്നു, കിനാവ് പോലൊരു പെണ്ണ് വന്നു. കാണാനെന്തൊരു ചേല്, കാണാനെന്തൊരു ചേല്, കാണാനെന്തൊരു ചേല്, കാണാനെന്തൊരു ചേല്. സ്വർഗ്ഗത്തുന്നൊരു പെണ്ണ് വന്നു, കിനാവ് പോലൊരു പെണ്ണ് വന്നു. കാണാനെന്തൊരു ചേല്, കാണാനെന്തൊരു ചേല്. ഒരു കയ്യിൽ മദ്യക്കുപ്പിയും മറു കയ്യിൽ മദ്യശഠകവുമായി നിൽക്കുന്നു. അവനെ തൊട്ടുരുമി നിൽക്കുന്നു. അവളുടെ നിൽപ്പ് കണ്ടാൽ തോന്നും 10-35 വർഷമായി നമ്മൾ രണ്ടും ഭാര്യാഭർത്തക്കന്മാരെ പോലെ ജീവിച്ച് ആ നിലയിൽ നിൽക്കുകയാണ് അവൾ. അവൾ കുറച്ച് മദ്യം പകർന്നു, അവൻ്റെ ചുണ്ടോട് ചേർത്തു, അവനെ തലോടിക്കൊണ്ട് പറയുന്നു, കഴിക്കൂ, ലേശം കഴിക്കൂ, എന്തോ സങ്കടമുണ്ടെന്ന് തോന്നുന്നു, കഴിക്കൂ, എല്ലാം മറക്കാം, കഴിക്കൂ. അവളുടെ ആ തലോടലും കൊഞ്ചലും ഒക്കെ കേട്ടപ്പോൾ നിസംശയം കരം നീട്ടി വാങ്ങി മുത്തിക്കുടിച്ചവൻ മദ്യം, മുത്തിക്കുടിച്ചവൻ മദ്യം. അവളെ മദ്യം പകർന്നു കൊടുക്കുന്നു, അവൻ കുടിക്കുന്നു. തരു തരു മദ്യം, ദാഹം ശമിക്കാത്ത ദാഹം, ശമിക്കാത്ത ദാഹം, തരു തരു മദ്യം, ദാഹം ശമിക്കാത്ത ദാഹം, മനസ്സിൻ്റെ ദാഹം. തുരു തുര പാനപാത്രങ്ങൾ ഒഴിഞ്ഞു. ആ കുപ്പി കാലിയായി. അവൾ മദ്യം എടുക്കാൻ അകത്തേക്ക് പോകുന്നു. അവളുടെ പോക്ക് കാണാൻ ഒരു ചന്തമുണ്ട്, അത് നോക്കിയിരിക്കുകയാണ് അവൻ. കാലടിപത്തിൽ ചന്തം, പിന്നെ താളനിപത്തിൽ ദമ്പസ്പന്ദം. കാലടിപത്തിൽ ചന്തം, പിന്നെ താളനിപത്തിൽ ദമ്പസ്പന്ദം. ആടുകയാണവൾ,
ആടുകയാണവൾ ആദിമമർത്യ തീർത്ഥവികാര കാമാവേശം. തരു തരു മദ്യം ദാഹം ശമിക്കാത്ത ദാഹം മനസ്സിന്റെ ദാഹം തുരു തുര പാനപാത്രങ്ങൾ ഒഴിഞ്ഞു. തലചുറ്റി അവൾ അവന്റെ മടിത്തട്ടിൽ വീണുപോയിരിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. നിഹിത പോയിട്ട് മാസങ്ങൾ കടന്നിരിക്കുന്നു. അവൻ തിരികെ വരുന്നില്ല. ഒരു ദിവസം നോക്കുമ്പോൾ ആരോ കൊണ്ടുവന്ന് തല്ലിക്കൊന്ന് വലിച്ചെറിഞ്ഞ മാതിരി ആ മുറ്റത്ത് കിടക്കുന്നു. അനീഷ എന്ന് വിളിക്കുന്നു. നികിത നികിത. അവൻ മെല്ലെ കണ്ണു തുറന്നു. അനീഷ, ഞാൻ തിരികെ വന്നിരിക്കുന്നടി. നിന്റെ സ്വത്തുക്കൾ മുഴുവൻ നശിപ്പിച്ച് നിന്നെ വഴിയാധാരമാക്കാൻ എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നില്ലടി. ഞാൻ തിരികെ വന്നിരിക്കുന്നു. കരയാതടി, ഞാൻ നിന്റെ ഭർത്താവ് തന്നെ. ആ ഒരു കാര്യം, നീയുമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം ഉണ്ട്, ഈ മണിമേടയിലെ ജീവിതം, അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി, നീ തരുന്ന പച്ച വെള്ളം ഞാൻ കഴിക്കില്ലടി. അത്രയ്ക്ക് വിശ്വാസമാണടി നിന്നെ എനിക്ക്. ഒരു പട്ടിയെ നോക്കുന്ന കണ്ടുകൊണ്ട് നോക്കിയിട്ട് അവനിത് ഇറങ്ങിപ്പോകുന്നു. ഇന്നവൻ ഏക ആശ്രയം മദ്യശാലയാണ്. ആ മദ്യശാലയിൽ അവനിതാ അഭയം പ്രാപിച്ചിരിക്കുന്നു. ആ മദ്യശാലയിൽ ആവില ചിത്തനായി വീണുകിടന്നു നിഗീത, വീണുകിടന്നു നിഗീത. ആ മദ്യശാലയിൽ ആവില ചിത്തനായി വീണുകിടന്നു നിഗീത, വീണുകിടന്നു നിഗീത. ആർപ്പും വിളിയും വിവാദവും ചുറ്റിലും കോലാഹലങ്ങൾ തിമിർത്തു, കോലാഹലങ്ങൾ തിമിർത്തു. ആർപ്പും വിളിയും വിവാദവും ചുറ്റിലും കോലാഹലങ്ങൾ തിമിർത്തു, കോലാഹലങ്ങൾ തിമിർത്തു. അവൻ മദ്യശാലയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നു, അനീഷ കുഞ്ഞ്, ഈ കേൾക്കുന്നതൊക്കെ നേരാണോ? എന്താണ്? അല്ല, മദ്യശാലയിൽ ഒഴിച്ചു കൊടുക്കാൻ നിന്നോളെ കല്യാണം കഴിച്ചെന്നോ, കല്യാണം കഴിക്കാൻ പോകുന്നോ, അവളെയും കൊണ്ട് എവിടൊക്കെ പോയെന്നോ, പോകാൻ പോകുന്നോ, സ്വത്ത് മുഴുവൻ അവക്കെഴുതി കൊടുത്തെന്നോ, കൊടുക്കാൻ പോകുന്നോ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൾക്ക് അറിയണമെന്നുണ്ട്. അതിനായി അവൾ കാത്തിരുന്നു. പടിഞ്ഞാറേ ചക്രവാളത്തിൽ ചന്ദ്രലേഖ ചെന്ന് അസ്തമിക്കുന്ന സമയത്ത് കണ്ടോ ഒരു പാടവരമ്പത്ത് ഒരാൾ നിൽക്കുന്നത്? നികിതയാണ്. അവന് 2 പോക്കറ്റിലും മദ്യക്കുപ്പികൾ, കയ്യിലൊരു മദ്യക്കുപ്പി. അവൻ അതെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിനെ തെരുതെരെ ചുംബിക്കുന്നവൻ, അതിൻ്റെ അടപ്പ് കടിച്ചു തുറന്നവൻ ഒടുകൂടെ കുടിച്ചു. ആ ഒഴിഞ്ഞ കുപ്പി വലിച്ചൊരു ഏറ് കൊടുത്തു. അത് സർവേക്കലിൽ വീണുടഞ്ഞു. മദ്യപിക്കുന്നവർക്കൊരു ഉപദേശമാണത്. ഈ മദ്യക്കുപ്പി പോലെയാണ് നിങ്ങളുടെ ജീവിതം, അതാണ് ഇവിടെ പറയുന്നത്. ആ പ്രഭാതത്തിൽ കണ്ണീർ ചൊരിഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികളെ തലോടിക്കൊണ്ട് എന്തൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ ദാ പോകുന്നു. തളിർത്ത ജീവിതം എനിക്കു നൽകുവാൻ ചതിച്ചു കൊന്നു നീ വരിച്ച കാന്തനെ. തളിർത്ത ജീവിതം എനിക്കു നൽകുവാൻ തരിച്ചു കൊന്നു നീ വരിച്ച കാന്തനെ. മനസ്സിൽ നൊമ്പരം തടുത്തു നിർത്തുവാൻ മനം തെളിഞ്ഞു നീ വരിക മധ്യമേ, വരിക മധ്യമേ, വരിക മധ്യമേ. മദ്യമാണിന്നെനിക്ക് ഉറ്റബന്ധു, മദ്യമേ മദ്യന്റെ ഉറ്റബന്ധു. മദ്യം തരാത്ത
സുഖങ്ങളുണ്ടോ? മദ്യപിക്കൂ നിങ്ങൾ മത്തരാകൂ, മദ്യപിക്കൂ നിങ്ങൾ മത്തരാകൂ. എന്തൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ പോകുന്നു. അതാ ആ മണിമേടയുടെ മുറ്റത്ത് അവൻ കിടക്കുന്നു. നിശ്ചേഷ്ടനായി, നിശ്ചലനായി, നിശബ്ദനായി കിടക്കുന്നവൻ. കുറെ കഴിഞ്ഞപ്പോ അവനത് തിരിഞ്ഞു കിടന്നു. അയ്യോ അയ്യോ, എന്റെ തല, എന്റെ തല. തലവെട്ടി ചോര ഒഴുകുന്നു. ശരീരമാസകലം ചോര, കാട്ടച്ചോര. അവൻ വാരി വലിച്ചെഴുന്നേറ്റ് ഇഴഞ്ഞ് തിണ്ണേക്ക് ആ ഭിത്തിയിൽ തൊട്ടവൻ പോകുന്നു. ആ വീടിന്റെ പിറകുവശത്തുള്ള അനീസ കിടക്കുന്ന വാതിലും കടന്ന് അവൻ പോയി. ആ വീടിന്റെ പിന്നാമ്പുറത്തുള്ളൊരു കുറിയ വാതിലിനരികിൽ അവൻ ചെന്നു. ശേഷിച്ച മദ്യക്കുപ്പി കയ്യിലെടുത്തു. പെരുവിരൽ കൊണ്ട് ആ കുറിയ വാതിലിൽ ഒന്ന് ചവിട്ടി. ആ വാതിൽ തുറക്കപ്പെടുന്നു. അത് തുറന്നു കിടക്കായിരുന്നു അവന് വേണ്ടി. തരിവിളയിട്ട കൈകൾ വന്നവനെ തഴുകി പിടിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു. ആ തരിവിളയിട്ട കൈകൾ വന്ന് ആ വാതിലടയ്ക്കുന്നു. ഇതിനെല്ലാം സാക്ഷിയായി മരച്ചില്ലകളിൽ രാപാർക്കുന്ന രാക്കിളികൾ മാത്രം. അടുത്ത ചില്ലയിൽ ചിലച്ചുനത്തുകൾ, അടുത്ത ചില്ലയിൽ ചിലച്ചുനത്തുകൾ. മെല്ലെ മെല്ലെ വൈഭാഗരശ്മിയ പുല്ലമായി പൂർവ്വതിമുഖം, മെല്ലെ മെല്ലെ വൈഭാഗരശ്മിയ പുല്ലമായി പൂർവ്വതിമുഖം. നിറ്റ വിട്ടഴും നേറ്റനീശയ വൃത്തിലിപ്പഴും തേങ്ങലോ, നിറ്റ വിട്ടഴും നേറ്റനീശയ വൃത്തിലിപ്പഴും തേങ്ങലോ. അവിടെ നിന്ന് വാതിൽ തുറന്നു. ഇല്ല, വന്നതില്ലവൻ ഇന്നലെ രാവിൽ വന്നതില്ലെങ്ങു പോയിരേ, വന്നതില്ലവൻ ഇന്നലെ രാവിൽ വന്നതില്ലെങ്ങു പോയിരേ. ഈ മനുഷ്യൻ എന്തെങ്കിലും ആപത്ത് വരുത്തി വയ്ക്കും. അല്ല, ഈ ഭിത്തിയിലൊക്കെ ചോരപ്പാടുകൾ. ആ ചോരപ്പാടുകൾ നോക്കി അവൾ നടന്നു. അത് ചെന്ന് അവസാനിച്ചത് ആ കുറിയ വാതിലിലാണ്. ആ വാതിൽ പാളിയിലും രക്തം പറ്റിയിരിക്കുന്നു. അക്വിലീൻ, പെണ്ണേ അക്വിലീൻ. ഈ വീട്ടിൽ അങ്ങനെ ഒരു പെണ്ണുണ്ടല്ലോ. ഈ കഥയുടെ ആദ്യ ഭാഗത്ത് ഞാനത് സൂചിപ്പിച്ചതാണ്. ആദ്യ ഭാര്യയിൽ വൃത്തകാന്തനുണ്ടൈക്കുലീൻ എന്ന പെൺകൊടി, ആദ്യ ഭാര്യയിൽ വൃത്തകാന്തനുണ്ടൈക്കുലീൻ എന്ന പെൺകൊടി. കാമദേവൻ കടഞ്ഞ രൂപമാർന്ന ഗൃഹത്തിൽ വളർന്നിതേ, കാമദേവൻ കടഞ്ഞ രൂപമാർന്ന ഗൃഹത്തിൽ വളർന്നിതേ. അക്വിലീൻ എന്ന പെൺകൊടി, അക്വിലീൻ എന്ന പെൺകൊടി. പെണ്ണേ, ഈ പെണ്ണ് ചത്തുപോയോ? ഇവിടെ ആരും ഇല്ലടാ. ഈ വാതിൽ വെട്ടിപ്പൊളിക്കടാ. വാതിൽ വെട്ടിപ്പൊളിക്കുന്ന ഘട്ടം വന്നപ്പോ ആ വാതിൽ തുറക്കപ്പെടുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. അക്വിലീനല്ല, നിഹിത. അവളൊരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞകത്ത് കയറി. എടി, എല്ലാ മുറകളും മറന്നോടി. ഇയാളെ നിന്റെ ചിറ്റപ്പനല്ലേടി, ആ മുറയ്ക്ക് നീ അയാളുടെ മാളല്ലേടി. ഒളിച്ച് നിൽക്കുന്നോടി. വെച്ചേക്കില്ലടി ഇത് ഞാൻ. അയ്യോ അയ്യോ അയ്യോ, എന്റെ കുറ്റമല്ല. ഇറങ്ങിപ്പോയവൻ തിരികെ വരുന്നു. നിഹിത തിരികെ വന്നു. അവളെ തൊട്ടോ വരുന്നു, അക്വിലീനെ തൊട്ടോ വരുന്നു. മാറിയില്ലടി. ഭർത്താവിന്റെ സ്വരമുയർന്നപ്പോ അക്വിലീൻ സ്തബ്ധയായി തുറുകണ്ണുമായി അർത്ഥബോധയായ എന്ന പോൽ നിന്ന് പോയി. അനീസ്യ രക്ഷണം നിലം പറ്റി വീണവൾ. ഒരു പട്ടിയെ നോക്കുന്ന കണ്ണുകൊണ്ട് നോക്കിയിട്ട് അവൻ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് അനീസയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. അവൾ അക്വിലീനും നിഹിതയും എന്നൊരു കെട്ടാണ്. ആ പെണ്ണ് അനീസയെ ശാസിക്കാറുണ്ട്. എൻ്റെ അച്ഛന് വിഷം കൊടുത്ത് വന്നവളാണ് അല്ലടി. അന്ന് നിന്നെ അടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു. നിനക്ക് ആഹാരം വേണോടി, പാത്രം തേക്കടി,
മുറ്റവടിക്കടി പട്ടി പട്ടി പട്ടി. ആന്തനെ കൊന്നവൾ കാമുകൻ കൈവിട്ടു, കൈവശം സമ്പാദ്യമില്ല, കൈവശം സമ്പാദ്യമില്ല. റാണിയായി വാണവൾ വീണിതു തൗഹില്ല, സിംഹാസനം സ്വന്തമാക്കാം, സിംഹാസനം സ്വന്തമാക്കാം. തന്നെ ചവിട്ടി കരേറുന്ന പെണ്ണിനായി തങ്കാമുകൻ കൈകൾ നീട്ടി, തങ്കാമുകൻ കൈകൾ നീട്ടി. തന്നെ ചവിട്ടി കരേറുന്ന പെണ്ണിനായി തങ്കാമുകൻ കൈകൾ നീട്ടി, തങ്കാമുകൻ കൈകൾ നീട്ടി. ആന്തനെ കൊന്നവൻ കാമുകൻ കൈവിട്ടു, കൈവശം സമ്പാദ്യമില്ല, കൈവശം സമ്പാദ്യമില്ല. ഒരു ദിവസം അവ വന്നപ്പോ അവൾ തടഞ്ഞു നിർത്തി. നില്ലടാ, എവിടെ നിന്റെ അവളെവിടെ? അവൾ അകത്തമ്മ ചവന്ന് അകത്തിരിപ്പാണ്. അവളെ കൊന്നോ? കൊന്നു കുഴിച്ചു മൂടിയോ? അവൻ കാലുമിടയ്ക്ക് ഒരു അടി കൊടുത്തു. ഒരു അന്വേഷണക്കാരി. അവളാരും കൊന്നില്ല. അവൾക്ക് പുറത്തു വരാൻ മേല. അവിവാഹിതയായ പെണ്ണ് ജുബംസാവകമായ ഒരു രഹസ്യം സൂക്ഷിക്കുന്നു. അവൾ ഗർഭിണിയാണ്. കന്യകാത്തം നാശിച്ചവൾ കണ്ണുനീരിൽ കുളിച്ചു കിടന്നു, കന്യകാത്തം നശിച്ചവൾ കണ്ണുനീരിൽ കുളിച്ചു കിടന്നു. വന്ന വൈവാഹികാലോചനകൾ വന്ന പോലെ മടങ്ങുകയായി, വന്ന വൈവാഹികാലോചനകൾ വന്ന പോലെ മടങ്ങുകയായി. കന്യകാത്തം നശിച്ചവൾ കണ്ണുനീരിൽ കുളിച്ചു കിടന്നു. വലിയ വീട്ടിലെ പെണ്ണല്ലേ, വിവാഹാലോചനകൾ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു, ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. മാസങ്ങൾ കടന്നു പോവുകയാണ്. അത് സംഭവിച്ചു. നിലവറത്തട്ടിൽ അക്വിലിൻ പ്രസവിച്ചു. ഒരു കയ്യിൽ മൺവെട്ടിയും ഒരു കയ്യിൽ വിളക്കുമായി നിൽക്കുന്നു നികിതയുടെ അമ്മ, ആ ഭയങ്കരി തള്ള. മോനെ ചെന്ന് വെട്ടിക്കുഴിച്ചിട്ട് ചെല്ല്. അമ്മേ അമ്മേ, നിങ്ങൾക്കിത് എങ്ങനെ എന്നോട് പറയാൻ തോന്നി? എന്നോട് എങ്ങനെ പറയാൻ തോന്നി? പാഞ്ഞു വരുന്നു ഇനീശ. ഡാ ചെല്ലടാ, ചെന്ന് വെട്ടിക്കുഴിച്ചിട. നിന്റെ മോളെ കല്യാണം നടക്കണമെങ്കിൽ, നിന്റെ മാന്യത രക്ഷിക്കണമെങ്കിൽ ചെല്ലടാ. അനീസ്യ, അനീസ്യ, എന്നെ കൊണ്ടാവില്ല, എന്നെ കൊണ്ടാവില്ല. നിന്നെ കൊണ്ടാവില്ല, നിന്നെ കൊണ്ടാവില്ല. ഇപ്പൊ കൊണ്ടുവരും കുഞ്ഞിനെ ഞാൻ. അവൾ നിലവറയിലേക്ക് പാഞ്ഞു. ആ കൈക്കുഞ്ഞുമായി നിൽക്കുന്നവൾ. കൊല്ലടാ, എന്റെ കൺമുൻപ് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലടാ. അനീസ്യ, എന്നെ കൊണ്ടാവില്ല. അവൾ ആ കുഞ്ഞിനെ നിലവറത്തട്ടിലേക്ക് ഒരു ഏറ്, അവന്റെ കഴുത്തിന് പിടിച്ചൊരു തള്ള്. പടികളിൽ തട്ടി തട്ടി അവൻ താഴേക്ക് പോയി. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കയറി വരുന്നു നികിത. വിയർപ്പിൽ കുളിച്ചു വരുന്നു. ഭാര്യയും അമ്മയും മാറി മാറി നോക്കി. അവൻ നടന്നു പോകുന്നു. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മറന്നു. മാന്യനായ നികിതയുടെ മാന്യായ മകളുടെ കല്യാണം ആ പന്തൽ ഉയർന്നിരിക്കുന്നു. ബന്ധുക്കളും ഉറ്റവരും ഉടയവരുമായി ആ പന്തൽ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. മഴവിൽ മണ്ണിലിറങ്ങിയ മാതി അഴകിലണിഞ്ഞ നിതംബിനികൾ, മഴവിൽ മണ്ണിലിറങ്ങിയ മാതി അഴകിലണിഞ്ഞ നിതംബിനികൾ, മാലാഖകളുടെ അഴകിൽ പാറി പാറി നടക്കും കുഞ്ഞു, മാലാഖകളുടെ
അഴകിൽ പാറി പാറി നടക്കും പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളുമായി ആ പന്തൽ നിറഞ്ഞിരിക്കുന്നു. ഉറ്റവരും ബന്ധുക്കളും സുഹൃത്തുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിഥികളെ കൊണ്ട് പന്തൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ ആതിഥേയനെ കാണാനില്ല, നികിതയെ കാണാനില്ല. അവനതാ നിൽക്കുന്നു ആ വീടിൻ്റെ പിന്നാമ്പുറത്ത്. അവൻ എന്നേക്കുമായി ഈ ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നിൽക്കുന്നു നികിത. അതിനായി അവനൊരു കയറി എന്ന് വലിച്ചെടുത്തു. ആ കയറിൻ്റെ അറ്റത്ത് അവൻ്റെ വേലക്കാരൻ കല്യാണമായിട്ട് നന്നായിട്ട് മദ്യപിച്ച് അങ്ങനെ കിടക്കുന്നു. കയറൊന്ന് അനങ്ങിയപ്പോൾ അവൻ ഉണർന്നു. അവൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. എല്ലാം ഒരുപിടി മണ്ണാണ്. ഇവിടെ പണക്കാരനും പണ്ഡിതനും ഒക്കെ ഒരുപിടി മണ്ണാണ്. അവൻ്റെ ആ തത്വശാസ്ത്രം കേട്ടപ്പോൾ നികിത കയറ് വലിച്ചെറിഞ്ഞു. അവനതാ ആ പന്തലിലേക്ക് ചെല്ലുന്നു. അക്കുലിൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ആ പന്തലിൻ്റെ വാതിക്കൽ നിൽക്കുന്നു ആ സാത്വികനായ മനുഷ്യൻ, നികിതയുടെ അച്ഛൻ. ആ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നവൻ പറയുന്നു, അച്ഛാ, ആ പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു മഹാപാപിയായി തീരുമായിരുന്നില്ല അച്ഛാ, മഹാപാപിയായി തീരുമായിരുന്നില്ല. അച്ഛൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മഹാഭാവിയായി ഞാൻ തീരുമാനിക്കുന്നില്ല അച്ഛാ, തീരുമാനിക്കുന്നില്ല. പറഞ്ഞു തന്നതു കേട്ടു നടക്കാൻ മറന്നുപോയ മഹാപാവി. പറഞ്ഞു തന്നതു കേട്ടു നടക്കാൻ മറന്നുപോയ മഹാപാവി. അച്ഛൻ മകനെ ഉണർന്നു സഹതാപത്തിൽ കണ്ണീരടന്നു. അച്ഛൻ മകനെ ഉണർന്നു സഹതാപത്തിൽ കണ്ണീരടന്നു. കല്യാണഘോഷം കഴിഞ്ഞു കണ്ണീർ തുടയ്ക്കുന്ന നീസ്യ. കല്യാണഘോഷം കഴിഞ്ഞു കണ്ണീർ തുടയ്ക്കുന്ന നീസ്യ. പ്രിയമുള്ളവരെ, ഈ കഥ ഇവിടെ ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. വിശ്വസാഹിത്യകാരനായ കൗൾയോ ടോൾസ്റ്റോയ് മാനവ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്നും പ്രസക്തമായിരിക്കുന്നു. സാഹചര്യങ്ങളാണ് മനുഷ്യനെ ദൈവതുല്യനായി വളർത്തുന്നതും പിശാചായി മാറ്റുന്നതും. അതാണ് ഈ കഥയുടെ സന്ദേശം. വിശ്വ സാഹിത്യകാരനായ കൗൾയോ ടോൾസ്റ്റോയുടെ എക്കാലത്തെയും പ്രസിദ്ധമായ മനോഹരമായ കഥ പവർ ഓഫ് ഡാർക്ക്നെസ്, അത് നമ്മുടെ കഥാപ്രസംഗ കുലപതിയായിരുന്ന പ്രൊഫസർ വി സാംബശിവൻ അനീസ്യ എന്ന പേരിൽ അവതരിപ്പിച്ചു അനശ്വരമാക്കിയതാണ്. ആ കഥ ഞാനിവിടെ അവതരിപ്പിച്ചു. പോരാക്കുറവുകൾ സദയം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ഇതിൽ എന്നോടൊപ്പം പങ്കെടുത്തത് ഹാർമോണിയം ക്രിസ്റ്റി തോന്നയ്ക്കൽ, തബല ജയൻ കൊഞ്ചറ, കീബോർഡ് ആൻഡോ പുട്ടമല, ഇഫക്റ്റ് റോബിൻസൺ ഐര, ശബ്ദവും വെളിച്ചവും നൽകി സഹായിച്ചത് തോന്നയ്ക്കൽ നവകേരള കലാസമിതി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ വേദി വിടുന്നു. നന്ദി, നമസ്കാരം.